നമുക്ക് മനനിമ്മതിക്കാകോട്ടും. ഓക്കെ? എന്താ വെങ്കിടി, ഭാര്യയ്ക്ക് വേണ്ടിയെല്ലാം പ്രാർത്ഥന ചെയ്യുന്നുണ്ടല്ലോ. വല്ല വിശേഷമുണ്ടോ? ഒരു വിശേഷമില്ല. അവളുടെ വായിൽ നാക്കിന്റെ നീളം ഒന്ന് കുറച്ചൊക്കെ പറയും. മാല വേണോ? മാല, മുല്ലമാല, ജമന്തി മാല, ചെമ്പരത്തി മാല. മാല വേണോ? മാല, മുല്ലമാല, ജമന്തി മാല, ചെമ്പരത്തി മാല. മാല വേണോ? മാല വേണോ? മാല വേണോ? മാല, മുല്ലപ്പൂ മാല. മാല വേണോ? ഉദ്ദിഷ്ട കാര്യം സാധിച്ചെടുക്കാൻ ദേവിയുടെ ഇഷ്ടമാല, ചെമ്പരത്തി മാല. മാല വേണോ? മാല, ദേവിയുടെ ഇഷ്ടമാല, ചെമ്പരത്തി മാല. ത്രിമൂർത്തികളിൽ ഒരാളെ കാണാനില്ലല്ലോ. ഏതായാലും ഇപ്പൊ രണ്ടും ചേരും. ഈനം വെച്ചിട്ട് മരപ്പെട്ടി കൂട്ട്. ആട്ടെ, എന്താ നിങ്ങളുടെ ഉദ്ദേശം? അതെ, ഉദ്ദിഷ്ടകാരിക്കാൻ ഏത് മാലയാ നല്ലത് മുത്തുലക്ഷ്മി? മുല്ലമാലയോ അതോ നോട്ടുമാലയോ? വാനരന്മാർക്ക് നല്ലത് നോട്ടുമാലയാ. സമയം മെനക്കെടുത്താതെ നിങ്ങൾ പോ. നിങ്ങളുടെയൊക്കെ ഉദ്ദേശം മനസ്സിലിപ്പം പണ്ടേ മുത്തുലക്ഷ്മിക്ക് അറിയാം. എന്താ അവിടെ ഒരു പ്രശ്നം? വാട്ട് ഈസ് എ പ്രോബ്ലം? എന്താ? നിങ്ങൾ കുറെ കാലമായല്ലോ ഈ പെങ്കൊച്ചിന്റെ അടുത്ത് ചുറ്റിക്കളിക്കാൻ തുടങ്ങിയിട്ട്. ആ പൊടിക്കുപ്പിയോടെ എവിടെ എവിടെ? വെറും വായി നോക്കിയാ സ്വാമി. രാവിലെ സമയം മെനക്കെടുത്ത് ഇറങ്ങി തിരിച്ചിരിക്കുക. സ്വാമി ഞങ്ങൾ സീരിയസ് ആയ ഒരു പ്രശ്നം പറയാൻ വന്നതാ. എന്താണ് ഇത്ര വലിയ സീരിയസ് പ്രശ്നം? ഞാനും കൂടി കേൾക്കട്ടെ. ടെൽമി. വേണ്ട സ്വാമി, സ്വാമി അത് കേട്ടഞ്ഞെത്തും. ഞാനോ ഏതോ ഇതിലും വലിയ സീരിയസ് പ്രശ്നമുണ്ടാക്കിയാണ്. അഭയാർത്ഥി പ്രശ്നമൊന്നുമല്ലോ. ഞാൻ പറയാം, മുത്തുലക്ഷ്മിക്ക് ഈ ഡ്രസ്സിനേക്കാൾ നല്ലത് സാരിയാണെന്ന് ഞാൻ പറഞ്ഞു. ഓ, അപ്പൊ നീ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു ചുരിദാറായിരിക്കും കൂടുതൽ ശരിയാവും. ഓ, പിന്നെ നീ എന്ത് പറഞ്ഞു? അങ്ങനെയാണെങ്കിൽ